വളരെയധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഉണ്ണിലാവിന്റെ 9ാം ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാധാനത്തിന്റെയും ശാന്തിയുടെയും പുണ്യരാത്രിയായ ക്രിസ്തുമസ് വീണ്ടും ആഗതമാകുന്നു. ഇരുളിൽ നടന്ന ജനത്തിന് വലിയൊരു വെളിച്ചമായും അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക് പ്രകാശമായും ബത്ലഹേമിൽ പാതിരായ്ക്ക് നീതിസൂര്യനായി ക്രിസ്തുനാഥൻ പിറന്നപ്പോൾ ബത്ലഹേമും ലോകം മുഴുവനും ആനന്ദമഴയിൽ നനഞ്ഞു. എന്നാൽ ദുഃഖത്തിന്റെയും കുറ്റബോധത്തിന്റെയും സ്മാരകമായി ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട ചില സത്രങ്ങളുണ്ടായിരുന്നു ബത്ലഹേമിൽ. അനുഗ്രഹമാകാൻ അപ്പത്തിന്റെ നഗരത്തിൽ ആഗതനായതിനു മുന്നിൽ സത്രവാതിലുകൾ അടയ്ക്കപ്പെട്ടു. വിദ്യാഭ്യാസത്തിന്റെ ചിരികളികളുടെ ജീവിതത്തേരിൽ യാത്ര ചെയ്യവേ അടയ്ക്കപ്പെട്ട സത്രങ്ങളിൽ ഇരുന്നു കൊണ്ടാണോ കുട്ടികളായ ഞാനും നീയും ഇത്രയും കാലം ക്രിസ്തുമസ് ആഘോഷിച്ചത്? ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗവും താണ്ടി തിരുപ്പിറവിക്കായി ഹൃദയവാതിലുകൾ ഞാൻ തുറന്നിട്ടുണ്ടോ? അതോ കൊന്തയിൽ അമരേണ്ട കൈകൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അമർത്തിക്കൊണ്ടും വചനപാതയിൽ നീങ്ങേണ്ട ജീവിതങ്ങൾ കൂട്ടുകെട്ടിന്റെയും ലഹരി വസ്തുക്കളുടെയും ഭീതിയിൽ നീങ്ങിക്കൊണ്ടുള്ളതാണെങ്കിൽ ബത്ലഹേമിലെ അടയ്ക്കപ്പെട്ട സത്രങ്ങൾക്ക് സമമാണത്. തിരുപ്പിറവിയുടെ അനുഗ്രഹപേമാരിക്കായി കുട്ടികളായ നാം വാതിൽ തുറക്കേണ്ടത് അനുസരണവും ബഹുമാനവും വഴിയായിരിക്കണം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ദൂതന്മാരുടെ വാക്കുകൾ അനുസരിച്ചപ്പോൾ ആട്ടിടയരുടെ ഹൃദയവാതിലുകൾ തിരുപ്പിറവിക്കായി തുറന്നതുപോലെ കിഴക്കുതിച്ച് താരത്തെ ബഹുമാനിച്ച് ആദരിച്ച് മുന്നേറിയപ്പോൾ രാജാക്കന്മാരുടെയും ഹൃദയവാതിലുകൾ ദിവ്യ ശിശുവിനായി തുറന്നു കൊടുത്തതുപോലെ അനുസരണത്തിലും ബഹുമാനത്തിലും നമ്മളും തുറക്കണം നമ്മുടെ ഹൃദയവാതിലുകൾ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല എന്നുള്ള ദീനരോധനം ശ്രവിച്ചുകൊണ്ട് ലാസറായും കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട യാത്രികനായും അനേകായിരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പുണ്യങ്ങളുടെയും സുഹൃത്തങ്ങളുടെയും താക്കോലുകളേന്തി അവരുടെ പക്കലേക്ക് നമുക്കും യാത്ര ചെയ്ത് തിരുപ്പിറവിക്കായി നമ്മുടെ ഹൃദയവാതിലുകളെ തുറക്കാം. പ്രിയരെ, ക്രിസ്തുമസ് രാവിൽ അടയ്ക്കപ്പെട്ട സത്രങ്ങളുടെ നൊമ്പരം ഇന്നും ഒരു കാർമ്മികമായി എഴുതിറങ്ങുമ്പോൾ എന്നെയും നിന്നെയും ദൈവമാക്കാൻ ദൈവം സ്വർഗം വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഓർമ്മ അടയ്ക്കപ്പെട്ട ഭവനങ്ങളിലോ സത്രങ്ങളിലോ ഇരുന്നല്ല നാം ആഘോഷിക്കേണ്ടത്. മറിച്ച് തുറക്കപ്പെട്ട ഭവനങ്ങളിൽ ഇരുന്നാണ് ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗവും ആകുന്ന പുണ്യ താക്കോലുകൾ കൊണ്ട് നമ്മുടെ ഹൃദയവാതിലുകളെ തുറക്കാം. ഒരുമയോടെ കൈകൾ കോർക്കാം, ഒന്നിച്ചു മുന്നേറാം. ഒരുമയോടെ ഏറ്റുപറയാം, ഹൃദയവാതിലുകളെ ശിരസ്സുയർത്തുക, ഹൃദയ കവാടങ്ങളെ തുറക്കുവിൻ. മഹത്വത്തിന്റെ രാജാവിന്റെ തിരുപ്പിറവി ആഗതമായിരിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേരുന്നതിനൊപ്പം നമുക്കും തുറക്കാം ഹൃദയവാതിലുകൾ. നമ്മിൽ തുറക്കട്ടെ ഒരു ദിവ്യ പൈതൽ.